കഴിവ് ഒരു മാനദണ്ഡമാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു KPCC പുനഃസംഘടനയിലെ വിയോജിപ്പ് പ്രകടമാക്കിക്കൊണ്ട് കോൺഗ്രസ് വക്താവ് ക്ഷമ മുഹമ്മദ് അതൃപ്തി അടയാളപ്പെടുത്തിയത്. എന്നാൽ പുനഃസംഘടനയിലെ അതൃപ്തി ക്ഷമയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതൃപ്തി പരിഗണിക്കപ്പെടാത്തതുകൊണ്ട് മാത്രമല്ല, ചിലർക്ക് ആ സ്ഥാനം ലഭിച്ചതിലുമുണ്ട് എന്നതിൽ കൂടിയാണ്. KPCC പുനഃസംഘടനയിൽ ചാണ്ടി ഉമ്മനെ തഴഞ്ഞതിൽ പാർട്ടിയിൽ ഒരു നേരിയ വിഭാഗത്തിന് അതൃപ്തി പുകയുന്നുണ്ട്. ചാണ്ടിയെ KPCC ഭാരവാഹിയാക്കാത്തതിൽ ചാണ്ടി ഭക്തർ അതൃപ്തരാണ്. ചാണ്ടിയെ ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഒരു പട്ടികയിലും ഉൾപ്പെടുത്തിയില്ല. ഇതോടെയാണ് പാർട്ടിയിലെത്തി ഒരു വർഷം പോലുമാകാത്ത സന്ദീപ് വാര്യർക്ക് പദവി നൽകുകയാണെങ്കിൽ എന്തുകൊണ്ട് ചാണ്ടി ഉമ്മന് നൽകിക്കൂടാ എന്ന ചോദ്യം ഉയർന്നത്. ചാണ്ടി ഉമ്മനെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളെന്നും ഇക്കൂട്ടർ ആരോപിക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ ഉൾപ്പെട്ട വിഭാഗമാണ് ചാണ്ടിക്കെതിരെ കരുക്കൾ നീക്കിയതെന്ന ആരോപണമാണ് ഉയരുന്നത്. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇതിനോടകം പ്രവർത്തകർ പ്രതിഷേധം ഉയർത്തിക്കഴിഞ്ഞു. അതേസമയം ഒരു ചെറിയ വിഭാഗം മാത്രമാണ് പ്രതിഷേധം ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അപമാനിക്കുന്ന എന്ന രീതിയിലാണ് യൂത്ത് കോൺഗ്രസ് ഔട്ട്സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് ചാണ്ടി ഉമ്മൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. പിതാവിന്റെ ഓർമ്മ ദിവസമാണ് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. അന്ന് തനിക്കും വളരെയധികം മാനസിക വിഷമമുണ്ടായി. ഒരു ചോദ്യം പോലും ചോദിക്കാതെയാണ് തന്നെ ഒഴിവാക്കിയത്. ഇക്കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ താൻ രാജിവെച്ച് ഒഴിയുമായിരുന്നു എന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ചാണ്ടിയുടെ ഈ അവകാശവാദം തെറ്റാണ് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിന് ഒരാഴ്ച മുൻപ് പദവിയിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടുള്ള അറിയിപ്പ് ചാണ്ടിക്ക് ലഭിച്ചിരുന്നതായാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ട്. എന്നാൽ അതേസമയം പദവിയിൽ നിന്ന് നീക്കം ചെയ്ത പ്രതിഷേധത്തിൽ പിതാവിന്റെ ഓർമ്മ ദിവസം തന്നെ പുറത്താക്കിയെന്ന നിലയിലുള്ള വാർത്തകൾ ചാണ്ടി ഉമ്മൻ പുറത്തുവിടുകയുമായിരുന്നു.